ഹായ് ജോൺസേട്ടാ, ഇന്നലെ എവിടെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇന്നലെ എറണാകുളം പോയിക്കുന്നു. എന്ത് പേടി? ഇന്നലെ നമ്മുടെ എറണാകുളത്തെ ഗോകുലം പാർക്കുന്നൊരു ഹോട്ടലുണ്ട്. ഇവിടെ റോസ് കമ്പനിക്കാരുടെ മറ്റേ എന്താ പറയാ ബിരിയാണിയുടെ കുക്കിംഗ്, കേരളത്തിലെ കുക്കിംഗ് എന്ന് പറയാ ബിരിയാണി പാചകത്തിനെ പറ്റിയുള്ളതായിരുന്നു. ഓ, അതാ മാതൃഭൂമി. ഗംഭീര പരിപാടിയാന്ന്. ഒരു 10,000-15,000 ആളുകള് കുക്കിംഗ് നടത്തിയിട്ട് അതിനെ സെലക്ട് ചെയ്തിട്ട് കുറെ ആളുകൾ എടുത്തു. എന്നിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് അതിൽ എല്ലാവരും ബിരിയാണി വെച്ചിട്ട് അതിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രഖ്യാപിച്ചിട്ട് അതിന് സമ്മാനമാണ് പരിപാടിയാ. എപ്പോ പോയി? അപ്പോ ഞങ്ങളൊരു 4 മണി തൊട്ട് 7 മണിയാണ് പരിപാടി വന്നത്. ഞങ്ങളൊരു 2 മണി കഴിഞ്ഞ് ഇവിടുന്ന് പോയി. കടയിൽ നിന്ന് ഒരു മണി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിപ്പോയി. അവിടെ ഒരു 4:30. അപ്പോൾ നിറച്ച ആളുകളുണ്ട് മമ്മൂട്ടി വരണമെന്നുള്ളതില്. പക്ഷെ മമ്മൂട്ടി വന്നത് 7:30. മമ്മൂട്ടി എന്ത് പറഞ്ഞു? മമ്മൂട്ടി രസമല്ല. ഞങ്ങള് ഈ സമയം 4 മണി തൊട്ട് അവിടെ ഈ 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ വീട്ടിൽ നിന്ന് ഉച്ചക്കൊക്കെ 2 മണിക്കൊക്കെ 1 മണിക്കൊക്കെ ഭക്ഷണം അവിടെ എത്തണ്ടേ. അപ്പൊ കേരളത്തിന്റെ ആറ്റം തൊട്ട് കയറ്റാൻ വേണ്ടിയുള്ള ആളുകളുണ്ട്. എല്ലാവരും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ള അവിടെ നിൽക്കുക. മമ്മൂട്ടി 7:30 വന്നപ്പോ മമ്മൂട്ടി വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ തെരഞ്ഞെടുത്തുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രഖ്യാപിച്ചിട്ട് അവർക്ക് കിരീടം വെച്ചു കൊടുത്തു. കുക്കിംഗ് രാജ്ഞി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. എന്നിട്ട് ഒരാൾക്ക് എത്രയാ 5 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം അങ്ങനെയൊക്കെ കൊടുത്ത് മമ്മൂട്ടിയെ പറഞ്ഞു. അതാണ് അങ്ങനെ മമ്മൂട്ടി ചെയ്തു. എന്നിട്ട് മമ്മൂട്ടിയോട് 2 വാക്ക് പറയാൻ പറഞ്ഞു. മമ്മൂട്ടി പറഞ്ഞു ഏറ്റവും തമാശ ബിരിയാണി പരിപാടിയിൽ വിളിച്ചത്. ബിരിയാണി എല്ലാവർക്കും, എല്ലാ ബിരിയാണിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ. പലതരം ബിരിയാണികളുണ്ട്. അതുകൊണ്ട് കുറെ ബിരിയാണിയുടെ പേര് പറഞ്ഞു. എല്ലാ ബിരിയാണി അങ്ങനെ ടേസ്റ്റ് ആവണമെന്നില്ല, എല്ലാവരും വെച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ ഇഷ്ടമുള്ള ഒരു രസമുള്ള സാധനം ഒന്നുമല്ല. പലരും വയ്ക്കുമ്പോഴൊന്നും ടേസ്റ്റ് ആവല്ലേ. ചില ബിരിയാണിയൊക്കെ രസമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് കയറി പറയുന്നത് നമ്മുടെ ജയജബ്രാന്റെ അരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് വെക്കാറിയാത്ത വെച്ചാലും ക്ലിയർ ആവും. പൊട്ടി പിടിക്കില്ല, കുഴയില്ലേ, വെന്തോടിയില്ലേ, നല്ല മണമുള്ള അരിയാണ്. അതുകൊണ്ട് നമ്മുടെ അരി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, എവിടെ ആരും ഏത് വെക്കാറിയാത്ത ആൾ വെച്ചാലും സൂപ്പറാവും എന്ന് കയറി പറയാൻ തോന്നി. പക്ഷെ മമ്മൂട്ടി സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പറയാൻ പറ്റില്ലോ. ആളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യം എല്ലാ ബിരിയാണി വെച്ച ആളുകളില്ലേ ഒരു ഇതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് വ്യത്യസ്ത ടേസ്റ്റ് ഉള്ള ഇതാണല്ലോ. ഈ ടേസ്റ്റ് എല്ലാവരും നോക്കിയിട്ട് ഇതിൽ നല്ലത് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് എടുക്കാന്ന് പറയില്ലേ. അങ്ങനെ ഇത് ചെയ്ത് വലിയൊരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. പക്ഷെ റോസ് മണിക്ക് പോയിട്ട് 9 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. ആകെ ബോറടിച്ചാ. നമുക്ക് പിന്നെ നമ്മൾ ജാതി പത്രാസുകളെ വരും. ഞാനും ചേച്ചിയും ജാതി സൂപ്പർ മമ്മൂട്ടിക്ക് വരുന്ന കാരണം എന്താ പറയാ അവിടെ സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുന്ന വെച്ചിട്ട് നമ്മള് നല്ല പത്രാസിലൊക്കെ ചെന്ന് ഗംഭീര സൂപ്പർ സ്റ്റാർ ആയിട്ട് അവിടെ ചെന്ന് മറ്റേ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പോയിന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഇവിടെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുറെ പരിചയമുള്ള ഒരു ആളുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് 34 വർഷമായിട്ട് സ്ഥാപനം നടത്തുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ജില്ല മുഴുവൻ സപ്ലൈക്ക് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കണ്ടമാനം കടകളിൽ സപ്ലൈക്ക് ഉള്ളതുകൊണ്ട് കണ്ടമാനം കടക്കാര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ കാലങ്ങളായിട്ട് ബിരിയാണി സെയിലായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയിൽ സപ്ലൈ ചെയ്തിരുന്ന ഈ ആളുകള്, പിന്നെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് കമ്പനി, ഇങ്ങനെയുള്ള പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കടയിൽ തന്നെ പണ്ട് വന്നിരുന്ന പല ആളുകൾ. ഇവരൊക്കെ പല വിഭാഗങ്ങളായിട്ട് ഈ നമ്മുടെ ജയജബ്രാന്റെ അരിയിലോ നമ്മുടെ ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് വെക്കാറായതും അടിപൊളിയായിട്ട് വരുന്നു. കാരണം നമ്മുടെ അരിയൊക്കെ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഏത് വെക്കാറായതാളും ഉറപ്പായിട്ട് അതൊന്ന് മേടിക്കും. കാരണം നമ്മുടെ നല്ല രുചി, നല്ല മണം, നല്ല ഗുണം. കാരണം 34 വർഷമായിട്ട് കാലകാലങ്ങളിൽ നമ്മളോട് നിന്ന് മേടിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഭവം ഉണ്ട്. ഏത് വെക്കാറായതാളും നമ്മളോട് ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു. കാരണം ഏത് ആളുകളും നമ്മുടെ വെച്ചിട്ട് ഗംഭീര അഭിപ്രായമാണുള്ളൂ. കാലങ്ങളായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അങ്ങനെയാണ്. പക്ഷെ ഈ അവിടെ ഈ ബിരിയാണിക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വെച്ചല്ലോ. നമ്മുടെ ഒരു ഗ്യാരണ്ടി ഇല്ലേ, നമ്മുടെ കടയിൽ പറയുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. എങ്ങനെ വെച്ചാലും കേടുവരാത്ത, പൊട്ടിപ്പിടിക്കാത്ത, കുഴയാത്ത, വെന്തുടയാത്ത, ഏത് വെക്കാറാത്ത ആൾക്കും വെക്കുന്ന ഗുണവും മണവും നിറവുമുള്ള നമ്മുടെ ഇടയിലൊക്കെ ഒരാൾ വന്ന് സാധനം മേടിച്ച് അവർ ഉറപ്പായിട്ട് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു. മാത്രമല്ല ഒരാൾ മേടിച്ചുകൊണ്ട് അയാൾ രണ്ടാമത് ആ കടയിൽ പോയി മേടിച്ചു എന്ന് പറയുന്നത്. കാലകാലങ്ങൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റി അല്ലാണ്ട് നമ്മൾക്കൊരു കുറുക്കഞ്ചേരി പോയി വന്നു. ആ നാട്ടിലുള്ള മുഴുവൻ ആളും നമ്മളോടേക്ക് വന്നു. ഇപ്പം നമ്മുടെ ഒല്ലൂര് പെരുന്നാൾ അവിടെയുള്ള മുഴുവൻ ആൾ വന്നു. ഇപ്പോൾ വിഷു വന്നു, നാട്ടിലുള്ള മുഴുവൻ ആൾ വന്നു. ഇപ്പം നമ്മളെ ബക്രീദ് വന്നു. അങ്ങനെ ഓരോ വിശേഷം വരുമ്പോൾ ഈസ്റ്റർ
പൂരം വരുമ്പോൾ ആ ബിരിയാണി വെക്കുന്നവർ മുഴുവൻ നമ്മുടെ കടയിൽ തന്നെ സ്ഥിരം ഇങ്ങനെ തപ്പി പിടിച്ച് വരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ അരിയുടെ കംപ്ലൈന്റ് ഇല്ലാണ്ട് 100% ഗ്യാരണ്ടി ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അവർ ഉറപ്പായിട്ട് ഇങ്ങനെ വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100-ൽ 100 പിഴവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് നമുക്ക്. അത്രയും